എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷനേക്കാൾ ഇപ്പോൾ അതിൻ്റെ പേരിലുള്ള വിമർശനങ്ങളും അതിൻ്റെ പേരിലുള്ള വിവാദങ്ങളുമൊക്കെ കൊഴുക്കുകയാണ്. ഇത്തരുണത്തിൽ മുരളി ഗോപിയുടെ ഒരു പഴയ പ്രസ്താവന ഒന്ന് ഓർമ്മിക്കാം. പരിഹാസത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വലതുപക്ഷം ശക്തി പ്രാപിക്കുകയുള്ളൂ. ലോകചരിത്രം നോക്കിയാൽ അത് മനസ്സിലാകും. ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നവരുടെ പിന്തുണ വേണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ ഞാനത് ചെയ്യില്ല. എന്നാൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ഞാൻ എതിരാണ്. പക്ഷെ അവരെ മനുഷ്യരായി കാണരുത് എന്ന് പറഞ്ഞാൽ ഞാൻ എതിരാണ്. ഇങ്ങനെ പറഞ്ഞ മുരളി ഗോപിയാണ് എമ്പുരാന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഇഡിയും NIA-യും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗോദ്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായും പരാതികൾ ഉയരുന്നുണ്ട്. അതേസമയം ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിന് അച്ഛൻ സുകുമാരൻ ജീവിച്ചിരുന്നു എങ്കിൽ RSS എന്ന സംഘടന എന്താണ് എന്ന് പറഞ്ഞു നൽകുമായിരുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം. മാത്രമല്ല, സുകുമാരൻ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 1991 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തിരുവനന്തപുരം കരമനയിൽ നടന്ന പ്രാഥമിക ശിക്ഷാവർഗ സുകുമാരൻ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചു വന്നെത്തിയതിനെ പറ്റിയും ചിലർ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം എമ്പുരാന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയുടെ പിതാവ് ഭരത് ഗോപിയും RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആ ചടങ്ങിൽ നരേന്ദ്രമോദിയാണ് വിളക്ക് തെളിയിക്കുന്നത്. ആ ചടങ്ങിൽ ഗോപി പങ്കെടുക്കുന്നുണ്ട്. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രി ഫാസിസം വരുന്നത് സ്വാഗതം ചെയ്ത് അടുത്ത് നിൽക്കുന്നത് മുരളി ഗോപിയുടെ അച്ഛൻ ഭരത് ഗോപി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പ്രചരിക്കുന്നത്. മുരളി ഗോപി പറഞ്ഞ ചില വാചകങ്ങൾ പറയാം. സിനിമയിൽ RSS ശാഖ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് നടൻ മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട്. മുരളി ഗോപിയുടെ സിനിമകളിൽ RSSുമായി ബന്ധപ്പെട്ട സിംബലുകൾ വന്നു പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിനായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. RSS ശാഖ കാണിച്ചാൽ ശാഖ സിനിമയാകുമോ? താനൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. തന്റെ സിനിമകൾ ഇനിയും ശാഖ കാണിക്കുമെന്ന് പറഞ്ഞ മുരളി ഗോപി ഫാസിസത്തെയും വലതുപക്ഷത്തെയും ഭീകരവൽക്കരിക്കാൻ നോക്കുമ്പോഴാണ് അത് ശക്തി പ്രാപിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. അസഹിഷ്ണുതയ്ക്കെതിരെ സംസാരിക്കുന്നവർ പോലും അസഹിഷ്ണുത കാണിക്കുന്ന സാഹചര്യമാണ്. ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിൽ ഞാൻ ശാഖ കാണിച്ചപ്പോൾ വിമർശനം നേരിടേണ്ടി വന്നു. ശാഖ കാണിക്കാനേ പാടില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. മനുഷ്യരായി കാണണം എന്നത് ഗാന്ധിയൻ ആദർശമാണ്. അവരെ മനുഷ്യരായി കണ്ടുകൊണ്ടാണ് എതിർക്കുന്നത്, അല്ലാതെ പരിഹസിച്ചുകൊണ്ടല്ല, മുരളി ഗോപി പറഞ്ഞു. ഈ ചിത്രത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ നിരവധി വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് ഇങ്ങനെയാണ്: ഈ സിനിമയിൽ ആദ്യത്തെ അരമണിക്കൂർ പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയം തിരികെ കയറ്റി എന്നുള്ളതാണ് സിനിമയെ വിവാദമാക്കിയത്. 100% സത്യമായ ഒരു കാര്യത്തെ ജിഹാദികളെ തൃപ്തിപ്പെടുത്താൻ സിനിമയിലൂടെ വളച്ചൊടിച്ചു, ചിത്രീകരിച്ചു എന്നൊക്കെയാണ് ആരോപണങ്ങൾ. സത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് എത്ര മറച്ചു പിടിച്ചാലും വളച്ചൊടിച്ചാലും ആ സത്യം പുറത്തു വരും. വിവേകബുദ്ധിയുള്ള കേരള ജനത അത് തിരിച്ചറിയുകയും ചെയ്യും. കഥ ചിട്ടപ്പെടുത്തിയ മുരളി ഗോപി കോൺഗ്രസുകാരനും സംവിധാനം ചെയ്ത പൃഥ്വിരാജ് കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. അത് ഈ ചിത്രത്തിൽ അറിയാനുണ്ട് എന്ന് സാരം. ഗുജറാത്ത് കലാപം ഇരന്നു വാങ്ങിയ കലാപമായിരുന്നു. അതിനൊക്കെ വെള്ളപ്പോശാൻ 100 ജന്മം എടുത്താലും നടക്കില്ല എന്നാണ് ഈ വിശകലനത്തിൽ പറയുന്നത്. ചിത്രത്തിൽ ഡീസൽ ലീക്കായി ട്രെയിൻ കത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. സത്യത്തിൽ ട്രെയിൻ കത്തിക്കാനുള്ള ഡീസലും പെട്രോളും കൊടുത്ത 2 പെട്രോൾ പമ്പിന്റെ ഉടമയായ മുസ്ലിം നാമധാരിയായ വ്യക്തി 14 വർഷം ഒളിവിലായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെ തെളിവ് സഹിതം പിടികൂടുകയും അയാൾ കുറ്റം സമ്മതിക്കുകയും കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു. രാജ്യദ്രോഹികളെയും രാജ്യവിരുദ്ധരെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അതിൽ ഒരാളായി നമ്മൾ മാറുകയാണെന്ന സത്യമാണ് ഇവരൊക്കെ മറന്നുപോകുന്നത് എന്ന് ആ വിശകലനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.